Allahu 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 Allah Allahu Allahu Allah. Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah wassalatu wassalamu ala ashrafil makhluqin wa ala alihi wa sahbihi ajma'in amma ba'd. قال النبي صلى الله عليه وسلم يكون في آخر الزمان دجالون كذابون يأتونكم بما لم تسمعوا أنتم ولا آباؤكم وإياكم وإياهم لا يفتنونكم ولا يضلونكم أو كما قال صلى الله عليه وسلم. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഒരിക്കൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന്ത്യനാൾ വരുമ്പോൾ, ഈ ലോകത്തിന്റെ അവസാനം വരുമ്പോൾ ഒരു പുതിയ കമ്പനി നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. അവർക്കുള്ള പ്രത്യേകത, അവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ദജ്ജാലൂന കദാബൂൻ. അവരിങ്ങനെ ഒരുപാട് കളവ് പറയുന്ന ആളുകളാണ്. സത്യവും അസത്യവും കൂട്ടിക്കലർത്തി ജനങ്ങളെ പിഴപ്പിക്കുന്ന ആളുകളാണ്. നബിതങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു, ആ വിവാദം വരുമ്പോൾ നിങ്ങൾ നിങ്ങളെയും അവരെയും ശ്രദ്ധിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കുരുവട്ടൂരിസം എന്നൊരു പുതിയൊരു കമ്പനി നമ്മുടെ ഇടയിലേക്ക്, ഞങ്ങളാണ് തസവൂഫിന്റെ ആളുകൾ, ഞങ്ങളാണ് യഥാർത്ഥ ശരീഅത്തിന്റെ ആളുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. നമ്മിൽപ്പെട്ട പല ആളുകളും അവർ പറയുന്നതാണ് ശരിയെന്ന് വിചാരിച്ചുകൊണ്ട് അവര് പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സോദര, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാര, ഈ ഒരു സമയത്ത് ഞാൻ വേദനയോടെയാണ് നിങ്ങളെ മുമ്പിൽ വരുന്നത്. നമ്മുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കേണ്ട ഒരു സമയമാണ്. എന്തെന്ന് വച്ചാൽ, ഈ കുരുവട്ടൂരിസം എന്ന് പറയുന്ന ഈ വിഭാഗം പൂർവികന്മാരാകുന്ന നമ്മുടെ ആലിമീങ്ങളും നമ്മുടെ സയ്യിദന്മാരും നമുക്ക് കാണിച്ചു തന്ന മാർഗത്തെ അവർ കാറ്റിലേക്ക് വലിച്ചെറിയുകയാണ്. ഫിഖ്ഹിന്റെ കിതാബ് അത് കള്ള കിതാബാണെന്ന് പറയുന്നു. അതുപോലെ ഇപ്പോൾ ഏറ്റവും പുതിയതായിക്കൊണ്ട് നമ്മുടെ ദർസുകളിലൊക്കെ നമ്മളും നമ്മുടെ ഉസ്താദുമാരും അവരെ ഉസ്താദുമാരും ഒക്കെ ഓതി പഠിച്ച മന്തിക്ക് എന്നൊരു ഫന്ന്, ആ മന്തിക്കിന്റെ കിതാബ് ചിന്തിച്ചു നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട വരെ. നിങ്ങളെ ബുദ്ധി പണയം വെച്ചിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. മന്തിക്കിന്റെ കിതാബ് അവരെ വിഭാഗത്തിൽപ്പെട്ട ഏതോ ഒരു ഫുലാൻ, ആ വ്യക്തിയുടെ പേര് പോലും പറയാൻ ഞാൻ മടിക്കുകയാണ്. ആ മനുഷ്യൻ പറയുന്നത് മന്തിക്കിന്റെ കിതാബിന്റെ അവ്വല് ആഖിർ പേജ് മാറ്റിക്കളഞ്ഞാൽ ആ കിതാബ് കൊണ്ട് നമ്മുടെ മക്കളുടെ പമ്പേഴ്സായി ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞെങ്കിൽ എത്രയോ നീചമായ, എത്രയോ ഉളുപ്പില്ലാത്ത ഒരു വാക്കാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ആ മനുഷ്യന്റെ ആ ഒരു വീഡിയോ ആദ്യം ഒന്ന് കാണുക. സമീപകാലത്ത് ഏടാകൂടെ കിതാബ് കയറിയപ്പോ, കിതാബ് മൊത്തത്തിലല്ല, ഏത് നമ്മൾ മുമ്പൊക്കെ പറയാം ഈ മന്ദിരത്തിന്റെ ഏടാകൂടെ കിതാബുകൾ, കാര്യമില്ലാത്ത ഓരോ ഫന്നുകള്, മന്ദിക്കിന്റെ കിതാബ് എന്നൊക്കെ പറയാന്നല്ലാതെ അതിന്റെ അവലാഹർ പേജ് ചീന്തിക്കളഞ്ഞാൽ അവലാഹറിൽ ചിലപ്പോൾ ബിസ്മി ഹാമൊക്കെ സലാത്തൊക്കെ ഉണ്ടാവും. ബാക്കി കഴിഞ്ഞ ആ പേജ് കൊണ്ട് നമുക്ക് ഇവിടെ ഈ കുട്ടികളെ പമ്പേഴ്സിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞല്ല, കാരണം വേറൊന്നും ഇല്ല, അത് മനോരമ പേപ്പർ ഒരേ മാതിരിയായി. എന്നിട്ട് ഇത്തരം ആളുകളുടെ വാക്കുകൾ കേട്ട് അവരാണ് വലിയ ശൈഖ് എന്ന് മനസ്സിലാക്കി അവരെ പിന്നാലെ കൂടുന്ന ബുദ്ധിയില്ലാത്ത ആളുകൾ ഈ കിതാബുകളൊക്കെ തസ്രീഹ് മന്ദിക്കിന്റെയും കുതുബിയും ശർഹ് തഹ്ദീബും ഒക്കെ ഒരുമിച്ച് കൂട്ടി അത് കത്തിക്കുക. എന്നിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ അത് ജനങ്ങളിലേക്ക് കാണിച്ചു കൊടുക്കുക. അതും നിങ്ങളൊന്ന് കാണുക.
ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു എന്താണ് മന്ദിക്ക്. എന്റെ ജനങ്ങൾ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന കൂട്ടുകാർ നിഷ്പക്ഷമായി ഒന്ന് ആലോചിക്കുക. മന്ദിക്ക് എന്ന് പറയുന്നത് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു സംസാര ശൈലിയാണ്. അതായത് നമ്മുടെ നാവിലുണ്ടാകുന്ന പിഴവുകളെ കാക്കുവാൻ വേണ്ടി ഇൽമുൻ നഹ്വ് എന്നൊരു ഫന്നുണ്ട്. എന്നതുപോലെ നമ്മുടെ ചിന്തയിൽ വന്നേക്കാവുന്ന പിഴവുകളെ തൊട്ട് നമ്മുടെ ചിന്തയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് മന്ദിക്കിന്റെ കിതാബ് നമ്മൾ ഓതുന്നത്. മന്ദിക്കിന്റെ കിതാബ് നമ്മൾ ഓതുന്നത് നമ്മുടെ ചിന്തയിൽ ഉണ്ടാകുന്ന പിഴവിന് വേണ്ടി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മനുഷ്യർ ജാഫർ എന്ന് വിചാരിക്കുന്നു. ഈ ജാഫറിനെ സംബന്ധിച്ച് നമ്മൾ വാദിക്കുന്നു അയാൾ കാഷ്ടം ഭക്ഷിക്കുന്നു എന്ന്. അതെങ്ങനെ? ജാഫർ കോഴിയെ ഭക്ഷിക്കുന്നുണ്ട്, കോഴി കാഷ്ടം ഭക്ഷിക്കുന്നുണ്ട് എന്നതുകൊണ്ട് ജാഫർ കാഷ്ടം ഭക്ഷിക്കുന്നു എന്നത് ഒരു മന്ദിക്ക് എന്നത് നമുക്ക് ചിന്തിച്ചാൽ ആ മനുഷ്യനെ സംബന്ധിച്ച് കാഷ്ടം ഭക്ഷിക്കുന്നതായിട്ട് നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കും. പക്ഷേ ഇത് ശരിയാണോ? ഒരിക്കലുമല്ല. അപ്പോൾ ഈ മനുഷ്യൻ ആ ചിന്തിച്ചതിൽ എന്തോ ഒരു പിഴവ് ഉണ്ട്, സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തയെ പിഴവിൽ നിന്ന്, തെറ്റിദ്ധാരണയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് മന്ദിക്കിന്റെ നിയമങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ മന്ദിക്ക് പഠിച്ചുകൊണ്ട് അവനൊരു കാര്യത്തിലേക്ക് ചെല്ലുമ്പോൾ അവന്റെ വാക്കുകൾക്കോ പ്രവർത്തനങ്ങൾക്കോ യാതൊരു പിഴവുകളും കുറ്റങ്ങളും കണ്ടെത്താൻ സാധ്യമല്ല. ഈ നമുക്ക് മന്ദിക്കിന്റെ ഉപയോഗത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ബുദ്ധിയുള്ള സർവ്വ ആലിമീങ്ങളും സർവ്വ അമ്പിയാക്കന്മാരും അവരൊക്കെ മന്ദിക്കിന്റെ നിയമങ്ങൾ ഉപയോഗിച്ചവരാണ്. മഹാനാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുത്തെ എതിർക്കുന്ന കാഫിരീങ്ങളോട് മന്ദിക്കിന്റെ നിയമത്തിലൂടെയാണ് ആ കാഫിരീങ്ങളെ തറപറ്റിച്ച്. നമുക്ക് നോക്കാം, ഇതാണ് മന്ദിക്കിന്റെ ഈ കിതാബ്. ഈ കിതാബിൽ നമുക്ക് നോക്കിയാൽ കാണാം മഹാനാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം മന്ദിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റഅ കൗകബൻ ഖാല ഹാദാ റബ്ബി ഫലമ്മാ ഹഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. ഇത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് കാഫിരീങ്ങളോട് അല്ലാഹു ഏകനല്ല എന്ന് വാദിക്കുന്ന കാഫിരീങ്ങളെ തറപറ്റിക്കാൻ വേണ്ടി ഉപയോഗിച്ച മന്ദിക്കിന്റെ ഒരു ശക്കിലാണ്. അതുപോലെ മഹാനായ മുത്തുനബി അലൈഹിസ്സലാം മന്ദിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മുത്തുനബി തങ്ങൾ പറയുന്നു കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. ഇതും മന്ദിക്കിന്റെ ഒന്നാമത്തെ ശക്കിലിന്റെ ഒരു എക്സാമ്പിൾ ആണ്. പറഞ്ഞു വന്നത് മഹാന്മാരാകുന്ന ആളുകളൊക്കെ മന്ദിക്ക് ഉപയോഗിച്ചവരും അത് പ്രാവർത്തികമാക്കിയവരുമാണ്. ഇനി നമുക്ക് പറയാനുള്ളത്, ഇവർ കത്തിച്ച ഈ തസ്രീഖ് മന്ദിക്ക്, അതുപോലെ കുതുബി, ഈ മന്ദിക്കിന്റെ ഒക്കെ മുസന്നിഫുകൾ ആരായിരുന്നു നിങ്ങൾക്കറിയോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളൊരു കാര്യം ഗൗരവത്തോടെ ആലോചിക്കുക. നീ എന്റെ പ്രിയപ്പെട്ടവരെ, ഇവർ കത്തിച്ചു കളഞ്ഞ ഈ തസ്രീഖ് മന്ദിക്ക് എന്ന കിതാബിന്റെ മുസന്നിഫ് ആരാണെന്ന് ചോദിച്ചാൽ അത് ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് ഇർത്തല്ലാ അലി ഖാൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫയായ ഉമർ ഖത്താബ് തങ്ങളുടെ പരമ്പരയിലേക്ക് ചെന്നെത്തുന്ന വലിയ മഹാനാണ്. ഈ മഹാന്മാരുണ്ടാക്കിയ കിതാബിനെയാണ് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന പമ്പേഴ്സിനോട് അവർ തുല്യപ്പെടുത്തിയിട്ടുള്ളത്. ഇവർക്ക് മഹാന്മാരോട് ബഹുമാനമുണ്ടോ, ഔലിയാക്കളോട് ബഹുമാനമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. മാത്രമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്ത് ഒരു തെറ്റായ കാര്യത്തിന്റെ മേലെ ഏകോപിക്കുകയില്ല. ഇവിടെ നമ്മുടെ പണ്ഡിതന്മാർ, അവരുടെ ഉസ്താദുമാർ ഇങ്ങനെ തലമുറകളായി മന്ദിക്ക് എന്ന കിതാബ് നമ്മുടെ ദർസി സിലബസിൽ നാം പഠിച്ചു വരുന്ന ഒരു കിതാബാണ്. ഈ മന്ദിക്ക് ബംബൈസ് ആണെങ്കിൽ എങ്ങനെ നമ്മുടെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ഈ കിതാബ് തന്നെ ശിഷ്യന്മാർക്ക് ഓതിക്കൊടുക്കുക? മാത്രമല്ല, ഈ ചങ്ങായി പറഞ്ഞല്ലോ അവ്വൽ ആഖിർ പേജ് ഒഴിവാക്കണമെന്ന്. എന്തുകൊണ്ട്? ഈ ചങ്ങായിമാർക്ക് അത് പമ്പേഴ്സ് ആണ് തിരിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് ഇതിന്റെ മുസന്നിഫിനിക്ക് ഇത് പമ്പേഴ്സ് ആണെന്ന് തിരിഞ്ഞില്ല? പമ്പേഴ്സ് ആണെന്ന് തിരിയുമെങ്കിൽ അവർ അതിന്റെ അവലും ആഖിറും ബിസ്മിയും ഹംദും സലാത്തും കൊണ്ടുവരുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഈ ഇത്തരം അവാന്തര വിഭാഗത്തിനെ നമ്മുടെ ചവറ്റ് കൊട്ടയിലേക്ക്
ഹക്കിലേക്ക് വലിച്ചെറിയാൻ എന്നോ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നല്ല കാര്യങ്ങൾക്കും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. صلى الله عليه وسلم.